കർഷകന്റെ വാക്ക് കൃഷിയുടെ കൂട്ട്. കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി. ട്രൈക്കോഗ്രമ്മ മിത്രകീടങ്ങളിൽ പ്രധാനി. വിളകളെ ആക്രമിക്കുന്ന വിവിധ തരത്തിലുള്ള കീടങ്ങളുടെ മുട്ടകളിൽ കാണുന്ന സൂക്ഷ്മപരാത ജീവികളാണ് കടന്നലുകളുടെ വർഗത്തിൽപ്പെട്ട ട്രൈക്കോഗ്രമ്മ. ട്രൈക്കോഗ്രമാറ്റിഡ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന 0.2 മുതൽ 1 മില്ലിലിറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയ ഷഡ്പദങ്ങളായ ഇവർ ലെപ്പിഡോപ്റ്ററ, കോളിയോപ്റ്ററ, ഹൈമനോപ്റ്ററ, ഹെമിപ്റ്ററ, ഓർത്തോപ്റ്ററ, തൈസനോപ്റ്ററ എന്നീ വിഭാഗങ്ങളിലുള്ള കീടങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുന്നു. 1871 വടക്കേ അമേരിക്കയിൽ ചാൾസ് വി റിലേയാണ് ട്രൈക്കോഗ്രമ്മയെക്കുറിച്ച് ആദ്യത്തെ വിവരണം നൽകിയത്. ചിത്രശലഭത്തിന്റെ മുട്ടകളിൽ നിന്ന് പുറത്തു വന്ന ആ ചെറിയ പ്രാണികളെ അദ്ദേഹം ട്രൈക്കോഗ്രമ്മ മൈന്യൂട്ടം എന്നാണ് വിശേഷിപ്പിച്ചത്. ലോകമെമ്പാടും അറിയപ്പെടുന്ന ട്രൈക്കോഗ്രമ്മ മിത്രകീടങ്ങൾ 230-ലധികം സ്പീഷീസുകളും ഉപജാതികളുമായി ഏകദേശം 70 വ്യത്യസ്ത കുടുംബങ്ങളിൽപ്പെട്ട 200ഓളം കീടങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. ഇവയിൽ 45 എണ്ണം ഇന്ത്യയിലുണ്ടെന്ന് രേഖകൾ പ്രമാണിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രബലവും സാധാരണവുമായി കാണുന്ന ട്രൈക്കോഗ്രമ്മ ചീലോൺസിസ് ആണ്. ട്രൈക്കോഗ്രമ്മ ജപ്പോണിക്കം, ട്രൈക്കോഗ്രമ്മ അക്കേയ, ട്രൈക്കോഗ്രമ്മ പ്രറ്റിയോസം എന്നിവയും സാധാരണമായി നിരീക്ഷിക്കപ്പെടുന്ന മറ്റ് ഇനങ്ങളാണ്. കീടങ്ങളുടെ മുട്ടകളെ ആക്രമിക്കുന്ന പരാത കീടങ്ങളായതിനാൽ വിള നശിപ്പിക്കുന്ന കീടങ്ങളുടെ പ്രാഥമിക ദശയിൽ തന്നെ അവയെ നശിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകത. 0.3 മില്ലിമീറ്റർ നീളമുള്ള ഈ കുഞ്ഞു പരാതങ്ങൾ അതിഥേയ മുട്ടകളെ കണ്ടെത്താൻ ആകൃതിയും നിറവും പോലുള്ള രാസപരവും ദൃശ്യപരവുമായ അടയാളങ്ങൾ ഉപയോഗിക്കുകയാണ് പതിവ്. ട്രൈക്കോഗ്രമ്മ കടന്നലുകൾ മിക്കവാറും എല്ലാ ഭൗമ ആവാസ വ്യവസ്ഥകളിലും ചില ജല ആവാസ വ്യവസ്ഥകളിലും സ്വാഭാവികമായി കാണപ്പെടുന്നു. എന്നിരുന്നാലും മിക്ക വിള ഉൽപാദന സമ്പ്രദായങ്ങളിലും കാണപ്പെടുന്ന ട്രൈക്കോഗ്രമ്മയുടെ സ്വാഭാവിക ജനസംഖ്യയാൽ നശിപ്പിക്കപ്പെടുന്ന ശത്രുകീടങ്ങളുടെ എണ്ണം സസ്യങ്ങളെ കേടുവരുത്തുന്ന നിലയിലെത്തുന്നത് തടയാൻ പര്യാപ്തമല്ല. അമേരിക്കയിൽ 1900 ആണ്ടോടെ ട്രൈക്കോഗ്രമ്മയുടെ വാണിജ്യ ഉൽപാദന മാർഗം വികസിപ്പിച്ചെങ്കിലും DDTയുടെ കണ്ടുപിടുത്തത്തെ തുടർന്ന് കീടനിയന്ത്രണ ഗവേഷണവും വാണിജ്യവും രാസകീടനാശിനികളുടെ വികസനത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതേസമയം സോവിയറ്റ് യൂണിയനും ചൈനയും നിരവധി വിളകളിലെ കീടങ്ങളെ നിയന്ത്രിക്കുന്ന ട്രൈക്കോഗ്രമ്മയും ഉപയോഗത്തിനുള്ള പരിപാടികൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. ഈ ജനുസുകളിൽ പെടുന്ന പരാത കീടങ്ങളെ വളരെ എളുപ്പത്തിൽ ലാബുകളിൽ വളർത്തി ഉൽപ്പാദിപ്പിക്കുവാനായതിനാൽ ഇവയുടെ പല ഇനങ്ങളും സ്വകാര്യ അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രജനന കേന്ദ്രങ്ങളിൽ വളർത്തുന്നു. സംഭരണ കീടങ്ങളിൽ പെടുന്ന നെൽപ്പുഴുവായ കോർസിര സെഫലോണിക്കയുടെ മുട്ടകളിലാണ് ഇവയെ ലാബുകളിൽ വളർത്താറുള്ളത്. ട്രൈക്കോഗ്രമ്മ കടന്നലുകൾ എൻഡോ പാരസറ്റോയിഡുകളാണ്, അതായത് അവ അതിഥേയ കീടത്തിനുള്ളിൽ അവയുടെ ജീവിതചക്രം പൂർത്തിയാക്കുന്നു. പ്രായപൂർത്തിയായ ഒരു പെൺ കടന്നൽ മറ്റൊരു പ്രാണിയുടെ പ്രവർത്തനക്ഷമമായ മുട്ടയ്ക്കുള്ളിൽ മുട്ട നിക്ഷേപിക്കും. മുട്ട വിരിഞ്ഞ് പുഴുവായി മാറും. ഒപ്പം അവ അകത്ത് നിന്ന് അതിഥേയ മുട്ടയെ ദഹിപ്പിക്കുകയും ചെയ്യും. മുട്ടയ്ക്കുള്ളിൽ തന്നെ പ്യുപ്പേറ്റ് ചെയ്ത ശേഷം പ്രായപൂർത്തിയായ ട്രൈക്കോഗ്രമ്മ കടന്നൽ അതിഥേയന്റെ ശൂന്യമായ മുട്ടയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ട്രൈക്കോഗ്രമ്മയുടെ പ്രത്യേകതകൾ: 1. ഹ്രസ്വമായ ജീവിതചക്രം. മുട്ടയിടുന്നത് മുതൽ മുതിർന്ന കീടങ്ങളുടെ ആവിർഭാവം 8 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുന്നു. 6-7 ദിവസം മുട്ടയിടാൻ കഴിയുന്ന ഉയർന്ന പ്രജനനശേഷി. 60 മുതൽ 90% വരെ പെൺകീടങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. കോർസിര എന്ന അതിഥേയ കീടവുമായി നല്ല വിധത്തിൽ പൊരുത്തപ്പെട്ട് ഉൽപാദനം ശക്തപ്പെടുത്തുന്നു. ക്യൂബിക് സെന്റിമീറ്റർ എന്ന അളവിൽ മുട്ടക്കാർഡുകളായാണ് ഇവയെ ഉപയോഗിക്കാറുള്ളത്. ഒരു CC മുട്ടക്കാർഡിൽ ഏകദേശം 18,000 മുതൽ 20,000 മുട്ടകൾ ഉണ്ടാകും. പ്രധാനപ്പെട്ട വിളകളിൽ കീടങ്ങളെ നിയന്ത്രിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ട്രൈക്കോഗ്രമ്മ ചീലോൺസിസ്, ട്രൈക്കോഗ്രമ്മ ജപ്പാനിക്കം എന്നിവയുടെ മുട്ടക്കാർഡുകൾ കേരള കാർഷിക സർവകലാശാലയിൽ ചില സ്ഥാപനങ്ങളിൽ മുൻകൂർ ബുക്ക് ചെയ്ത് കർഷകർക്ക് വാങ്ങാവുന്നതാണ്. ഒറ്റയ്ക്ക് നൽകുന്നത് പോലെ തന്നെ ഈ പരാത കീടങ്ങളെ മറ്റ് സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങളുമായി സമന്വയിപ്പിക്കാവുന്നതാണ്. മുതിർന്ന കടന്നലുകൾക്ക് ആവശ്യമായ തേനും പൂമ്പൊടിയും സമൃദ്ധിയായി ലഭിക്കുന്ന സാഹചര്യം കൂടെ നൽകിയാൽ ഇവയെ കൃഷിയിടത്തിൽ കൂടുതൽ നാൾ നിലനിർത്താവുന്നതാണ്. മിത്രകീടങ്ങളുടെ സ്വഭാവത്തെ അനുകൂലമായി നിയന്ത്രിക്കുന്ന സെമിയോ കെമിക്കലുകൾ വിളകളിൽ തളിച്ചുകൊണ്ട് പരിസ്ഥിതിയെ പരിരക്ഷിച്ചാൽ ഇവയെ വിളകളിലേക്ക് കൂടുതൽ ആകർഷിക്കാവുന്നതാണ്. എൻഡോസൾഫാൻ എന്നീ കീടനാശിനിയെ ചെറുത്ത് നിൽക്കാൻ ശേഷിയുള്ള എൻഡോഗ്രാമ എന്ന ട്രൈക്കോഗ്രമ്മയെ ഇന്നത്തെ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കൃഷി ഉപയോഗിക്കുന്ന വിവിധ കീടനാശിനികളെ ചെറുക്കാൻ ശേഷിയുള്ള പരാത കീടങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ
പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SCCT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കുരുമുളക് ഇനങ്ങളിലെ പന്നിയൂർ പെരുമ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടാണ് കേരളം. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവാണ്. കേരളത്തിലെ കൃഷിക്ക് യോജിച്ച നാടൻ അഥവാ സങ്കരവർഗത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള ഒട്ടേറെ കുരുമുളക് ഇനങ്ങളുണ്ട്. ഇവയിൽ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന പന്നിയൂർ ഇനങ്ങൾക്ക് കുരുമുളക് കർഷകർക്കിടയിൽ ഏറെ പ്രചാരമുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെ പന്നിയൂർ എന്ന പദം കുരുമുളക് എന്നതിന് പര്യായമായി മാറിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് ബ്ലോക്കിൽ പന്നിയൂരിലാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത്. പന്നിയൂർ 1 മുതൽ പന്നിയൂർ 10 വരെ 10 ഇനങ്ങളാണ് ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറക്കിയിട്ടുള്ളത്. ഇവയിൽ പന്നിയൂർ 1, 3, 8 എന്നിവ സങ്കര ഇനങ്ങളാണ്. ഏറെ സവിശേഷതകളുള്ള ഇനങ്ങളാണ് പന്നിയൂർ 9, 10 എന്നിവ. ഓരോ ഇനത്തെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള പക്ഷം യോജിച്ച കുരുമുളക് ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യാം. പന്നിയൂർ ഇനങ്ങൾ ഓരോന്നിനെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യാം. പന്നിയൂർ 1. ലോകത്തിലെ തന്നെ ആദ്യ സങ്കര ഇനം കുരുമുളകാണ് പന്നിയൂർ 1. 1967 പുറത്തിറക്കിയ പന്നിയൂർ 1 പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ എടുത്തു പറയേണ്ട നേട്ടങ്ങളിൽ ഒന്നാണ്. ഈ ഇനം ഉതിരൻകോട്ട എന്ന നാടൻ ഇനം മാതൃസസ്യവും ചെറിയ കാണിയക്കാടൻ എന്ന ഇനം പിതൃസസ്യവും തിരഞ്ഞെടുത്ത് സംഭരണം നടത്തി ഉരുത്തിരിച്ച ഈ ഇനത്തിന് തന്നെയാണ് ഇന്നും കർഷകർക്കിടയിൽ മികച്ച സ്വീകാര്യത. തുറസായ അല്ലെങ്കിൽ താരതമ്യേന വെയിൽ ലഭിക്കുന്ന തോട്ടങ്ങളിലേക്ക് ഏറെ അനുയോജ്യമാണ് ഈ ഇനം. ഒരു ഹെക്ടർ കൃഷിയിടത്തിൽ നിന്നും ശരാശരി 3850 കിലോഗ്രാം ഉണക്കമുളക് ലഭ്യമാകും. അനുകൂല സാഹചര്യങ്ങളിൽ ഹെക്ടറിൽ നിന്നും 8800 കിലോഗ്രാം വരെ പച്ചക്കുരുമുളക് വിളവ് ലഭ്യമാകുന്നു. ഇളം മഞ്ഞ നിറമുള്ള നാമ്പ്, നീണ്ട തരികൾ, അടുപ്പിച്ചുള്ള മണിപ്പിടുത്തം, മുഴുത്ത മണികൾ എന്നിവയെല്ലാം ഈ ഇനത്തിന്റെ പ്രത്യേകതകളാണ്. കുരുമുളകിന്റെ ഗുണമേന്മയോ സൂചികകളായ പെപ്രിൻ എന്ന ആൽക്കലോയിഡ് 5.3%, വാണിജ്യ പ്രാധാന്യമുള്ള സത്ത് ഒളിയോറെസിൻസ് 11.8% ഈ ഇനത്തിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തതായി പന്നിയൂർ 2. ബാലൻകോട്ട എന്ന നാടൻ ഇനത്തിൽ നിന്ന് 1991 ഉരുതിരിച്ചെടുത്ത ഇനമാണിത്. അതായത് ബാലൻകോട്ട കൃഷി ചെയ്യുന്ന കുരുമുളക് തോട്ടങ്ങളിലെ മികച്ച കൊടികൾ തിരഞ്ഞെടുത്ത് അവയിൽ സ്വാഭാവികമായ പരാഗണത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കായ്കൾ മുളപ്പിച്ച് തൈകൾ തയ്യാറാക്കുകയും തുടർന്ന് ഈ തൈകൾ നട്ടു വളർത്തി മികച്ചവ തിരഞ്ഞെടുത്ത് പുതിയ ഇനമായി ഉരുതിരിക്കുകയും ചെയ്തു. ഇളം മാന്തളിർ നിറമുള്ള നാമ്പ്, ഇടത്തരം നീളമുള്ള തരികൾ എന്നിവ ഈ ഇനത്തിന്റെ പ്രത്യേകതകളാണ്. തണലുള്ള തോട്ടങ്ങളിലും ഈ ഇനം മെച്ചപ്പെട്ട വിളവ് തരും. ഇതിൽ പെപ്രിൻ എന്ന ആൽക്കലോയിഡ് 6.6% അടങ്ങിയിട്ടുണ്ട്. ഒരു ഹെക്ടർ കൃഷിയിടത്തിൽ നിന്നും ശരാശരി 3313 കിലോഗ്രാം ഉണക്ക കുരുമുളക് ലഭ്യമാകും. അടുത്തതായി പന്നിയൂർ 3. പന്നിയൂർ 1 എന്നതുപോലെ 1991 ഉത്തരൻകോട്ട മാതൃവൃക്ഷമായും ചെറിയ കാണിയക്കാടൻ പിതൃവൃക്ഷമായും തിരഞ്ഞെടുത്ത് സംഭരണം നടത്തി ഉരുതിരിച്ച ഇനമാണിത്. ശരാശരി വിളവ് ഹെക്ടർ 1-ന് 3269 കിലോഗ്രാം ഉണക്ക കുരുമുളക്. തുറസായ ഇടങ്ങളിൽ ഈ ഇനം മികച്ച വിളവ് തരും. കുരുമുളക് സത്ത് ഒളിയോറസിൻ 12.7% ഈ ഇനത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ നാമ്പിന് പച്ച കലർന്ന മഞ്ഞ നിറമാണ്. തരികൾക്ക് നല്ല നീളമുണ്ട്. അടുത്തതായി പന്നിയൂർ 4. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും 1991 പുറത്തിറക്കിയ ഈ ഇനം തുറസായ അല്ലെങ്കിൽ വെയിൽ സാഹചര്യങ്ങളിലേക്ക് യോജിച്ചതാണ്. ശരാശരി വിളവ് ഒരു ഹെക്ടറിന് 2443 കിലോഗ്രാം. ഉണക്ക കുരുമുളക് പ്രതികൂല കാലാവസ്ഥയിലും ശരാശരി വിളവ് തരുവാൻ ഈ ഇനത്തിന് കഴിയും. കടുത്ത മാന്തളിർ നിറമുള്ള നാമ്പ്, ഇടത്തരം നീളമുള്ള തരി, അടുപ്പിച്ചുള്ള മണിപ്പിടുത്തം എന്നിവയൊക്കെയാണ് ഈ ഇനത്തിന്റെ പ്രത്യേകത. കുതിരവാലി എന്ന നാടൻ ഇനത്തിൽ നിന്നും ക്ലോണൽ സെലക്ഷൻ വഴി ഉരുതിരിച്ചെടുത്ത ഇനമാണ് പന്നിയൂർ 4. അതായത് കുതിരവാലി എന്ന നാടൻ ഇനത്തിലെ മികച്ച കൊടികൾ തിരഞ്ഞെടുത്ത് അവയുടെ വള്ളികൾ നട്ടു വളർത്തി വീണ്ടും മികച്ച കൊടികൾ തിരഞ്ഞെടുത്ത് ഈ വിധം തലമുറകളിലൂടെ നീളുന്ന വിള പരീക്ഷണത്തിലൂടെ ഇനങ്ങൾ ഉരുതിരിക്കുന്ന രീതിയാണിത്. പന്നിയൂർ 5. മുമ്പ് പ്രതിപാദിച്ചിരുന്ന പോലെ ബാലൻകോട്ട എന്ന ഇനത്തിൽ നിന്നും സന്തതി നിർദ്ധാരണം നടത്തി പന്നിയൂർ 2 ഉരുതിരിച്ച പോലെ പെരുംകൊടി എന്ന നാടൻ ഇനത്തിൽ നിന്നും ഉരുതിരിച്ച ഇനമാണ് പന്നിയൂർ 5. 1996 ഈ ഇനം പുറത്തിറക്കിയത്. തണൽ സാഹചര്യത്തിലും മെച്ചപ്പെട്ട വിളവ് തരുന്നു. ഇതിൽ ഒളിയോറെസിൻ സത്ത് 12.33% അടങ്ങിയിരിക്കുന്നു. പന്നിയൂർ 6. കുതിരവാലി ഇനത്തിൽ നിന്ന് ക്ലോണൽ സെലക്ഷൻ വഴി പന്നിയൂർ 4 ഉരുതിരിച്ച പോലെ കരിമുണ്ട എന്ന നാടൻ ഇനത്തിൽ നിന്നും ഈ വിധം നിർദ്ധാരണം ചെയ്തെടുത്ത് 2000 പുറത്തിറക്കിയ ഇനമാണ് പന്നിയൂർ 6. ഈ ഇനം തുറസായ ഇടങ്ങളിൽ മെച്ചപ്പെട്ട വിളവ് ലഭ്യമാക്കുന്നു. മാന്തളിർ നിറമുള്ള നാമ്പ്, ധാരാളം തരികൾ, നല്ല വലിപ്പമുള്ള മണികൾ ഇവയെല്ലാം പന്നിയൂർ 6ന്റെ പ്രത്യേകതകളാണ്. ഹെക്ടർ 1-ന് ശരാശരി 3359 കിലോഗ്രാം ഉണക്ക കുരുമുളക് ലഭ്യമാകും. പന്നിയൂർ 7. കല്ലുവള്ളി എന്ന നാടൻ ഇനത്തിൽ നിന്നും സന്തതി നിർദ്ധാരണം വഴി ഉരുതിരിച്ച ഇനം 2000 പുറത്തിറക്കി
പുറത്തിറക്കിയ തുറസായ ഇടങ്ങളിൽ മെച്ചപ്പെട്ട വിളവ് തരുന്നു. ശരാശരി ഉൽപാദനക്ഷമത ഹെക്ടറിന് 2770 കിലോഗ്രാം ഉണക്ക കുരുമുളക്. ഇളമാന്തളിർ നിറമുള്ള നാമ്പ്, വലിയ മണികളുള്ള നീണ്ട തരികൾ എന്നിവ ഈ ഇനത്തിന്റെ പ്രത്യേകതകളാണ്. പന്നിയൂർ 8 ദ്രുതവാട്ടത്തെയും വരൾച്ചയും ഒരു പരിധി വരെ പ്രതിരോധിക്കുന്ന ഇനമാണ് പന്നിയൂർ 8. പന്നിയൂർ 6 എന്ന ഇനം മാതൃസസ്യമായും പന്നിയൂർ 5 പിതൃസസ്യമായും സംകരണം നടത്തി ഉരുത്തിരിച്ച ഇനം 2013 പുറത്തിറക്കി. തുറസായ ഇടങ്ങളിൽ മികച്ച വിളവ് നൽകും. ശരാശരി ഉൽപാദനക്ഷമത ഹെക്ടറിന് 3000 കിലോഗ്രാം ഉണക്ക കുരുമുളക്. ഒലിയോറസിൻ ഈ ഇനത്തിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നു, 12.7%. ഇളം മാന്തളിർ നിറമുള്ള നാമ്പ്, കടും പച്ച നിറമുള്ള മണികൾ എന്നിവ ഈ ഇനത്തിന്റെ പ്രത്യേകതകളാണ്. പന്നിയൂർ 9 കുരുമുളക് കർഷകന്റെ സ്വപ്ന ഇനം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഇനമാണിത്. 2017 പുറത്തിറക്കിയ പന്നിയൂർ 3 നിന്നും സന്തതി നിർദ്ധാരണം വഴി ഉരുതിരിച്ചെടുത്തത്. തുറസായ പ്രദേശങ്ങൾ, ഉയർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഈ ഇനം കൂടുതലായി വിളവ് തരുന്നു. ഭാരതത്തിലെ 70% കുരുമുളക് ഉൽപ്പാദനവും ഉയർന്ന പ്രദേശങ്ങളിലായതിനാൽ രാജ്യത്തിലെ തന്നെ കുരുമുളക് ഉൽപ്പാദനത്തെ ഗണ്യമായി സ്വാധീനിക്കാൻ ഈ ഇനത്തിന് കഴിയും. ദ്രുതവാട്ടം, വരൾച്ച, അതിശൈത്യം എന്നീ സാഹചര്യങ്ങൾ അതിജീവിക്കാനുള്ള കഴിവ് പന്നിയൂർ 9 ഉണ്ട്. ഇതിൽ 6.11% പെപ്പറിനും 12.7% ഒലിയോറസിൻ അടങ്ങിയിട്ടുണ്ട്. ബാഷ്പശീത തൈലത്തിന്റെ അളവാകട്ടെ മറ്റുള്ള ഇനങ്ങളെക്കാൾ ഏറെ കൂടുതലാണ്, 5%. പന്നിയൂർ 10 കാലാവസ്ഥ വ്യതിയാനങ്ങളെ നന്നായി ചെറുത്ത് നിൽക്കുമെന്നതാണ് ഈ ഇനത്തിന്റെ മുഖമുദ്ര. വരൾച്ചയെയും അതിവർഷത്തെയും പ്രതിരോധിച്ച് മികച്ച വിളവ് തരും. ദ്രുതവാട്ടത്തെയും ഒരു പരിധിവരെ ചെറുക്കും. ഈ ഇനത്തിന്റെ ശാഖാഗ്രങ്ങൾക്ക് ഇളം മാന്തളിർ നിറമാണ്. നീണ്ട തരികൾ, വലിയ മണികൾ, ഉയർന്ന മണിത്തൂക്കം, മികച്ച ഗുണമേന്മ എന്നിവയാണ് മറ്റു പ്രത്യേകതകൾ. ഈ ഇനത്തിന്റെ ശരാശരി വിളവ് കൊടി 1 നിന്നും 6 കിലോഗ്രാം പച്ചക്കുരുമുളക്, 2.32 കിലോഗ്രാം ഉണക്ക കുരുമുളക് എന്ന കണക്കിലാണ്. അനുകൂല സാഹചര്യങ്ങളിൽ കൊടി 1 നിന്നും 7 കിലോഗ്രാം വരെ പച്ചക്കുരുമുളകും 3 കിലോഗ്രാം വരെ ഉണക്ക കുരുമുളകും ലഭിക്കും. പെപ്പറിൻ 5.29% അടങ്ങിയിരിക്കുന്നു. പന്നിയൂർ ഇനങ്ങൾക്ക് പുറമെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള വിജയ് എന്ന ഇനവും കോഴിക്കോട് പ്രവർത്തിച്ചു വരുന്ന ഭാരതീയ സുഗന്ധവ്യഞ്ജന വിളഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള IISR ഇനങ്ങൾ കുരുമുളകിലെ മികച്ച ഇനങ്ങളിലാണ്. പന്നിയൂർ 1 ഇനത്തിന്റെ ഉൽപാദനത്തിൽ കൈവരിക്കാനായ മാന്ത്രികത തുടർന്നിങ്ങോട്ട് ആവർത്തിക്കാനായില്ലല്ലോ എന്ന സംശയം പല കർഷകരും ഉന്നയിക്കാറുണ്ട്. അവിടെ നാം മനസ്സിലാക്കേണ്ടത് മികച്ച വിളവുൽപാദനത്തിന് പുറമെ മറ്റു ചില ഘടകങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതാണെന്നാണ്. ഇതിൽ പ്രധാനമായും കുരുമുളക് തോട്ടത്തെ തന്നെ ഇല്ലാതാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള ദ്രുതവാട്ടം എന്ന കുമിൾ രോഗത്തെ ചെറുത്തു നിൽക്കാനുള്ള കഴിവ്, അതുപോലെ പാടെ മാറിമറിയുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാനാവുള്ള കഴിവ്. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ പന്നിയൂർ ഇനങ്ങൾക്ക് ഓരോന്നിനും വ്യത്യസ്ത സാഹചര്യങ്ങളോട് ഇണങ്ങും വിധം തനതു സവിശേഷതകളുണ്ടെന്ന് കാണാം. അതുകൊണ്ട് തന്നെ കുരുമുളക് കർഷകർ ഒരിനം മാത്രം കൃഷി ചെയ്യാതെ തങ്ങളുടെ പ്രദേശത്ത് ഇണങ്ങുന്ന വ്യത്യസ്തങ്ങളായ കൃഷിയിടത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുരുമുളക് കർഷകർക്കുള്ള വിള പരിരക്ഷ ആകുമെന്നതിൽ തർക്കമില്ല. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കുരുമുളക് ഇനങ്ങളുടെ നടീൽ വസ്തുക്കൾക്ക് പുറമെ കുരുമുളകിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും മറ്റ് കാർഷികോപാധികളും വിപണനം ചെയ്യുന്നുണ്ട്. കൂടാതെ കർഷകർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷിയുടെ ഒരു മാതൃകാ തോട്ടവും അവിടെ ഒരുങ്ങുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SICT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇലച്ചെടികളുടെ കൃഷി അലങ്കാരത്തിനും ആദായത്തിനും. കേരളത്തിലെ അടുത്ത കാലത്തായി വേരുപിടിച്ച് ഒരു കാർഷിക സംരംഭമാണ് അലങ്കാര ഇലച്ചെടികളുടെ കൃഷി. കൂടുതൽ പരിപാലനം ആവശ്യമില്ലാത്ത ഈ ചെടികളുടെ ഇലകൾ അലങ്കാര ആവശ്യങ്ങൾക്കായോ ഒറ്റയ്ക്കോ പൂക്കളുമായി ചേർത്തോ ഉപയോഗിച്ചു വരുന്നു. ഏകവിളയായ റബ്ബർ, തെങ്ങ് മുതലായ തോട്ടങ്ങളിൽ ഇടവിളയായോ കൃഷി ചെയ്യാവുന്ന ഈ ചെടികൾക്ക് സ്വദേശത്തും വിദേശത്തും വിപണി സാധ്യത കൂടി വരികയാണ്. പ്രധാന വിളകൾ. കേരളത്തിലെ കാലാവസ്ഥയിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന അലങ്കാര ഇലച്ചെടികളാണ് ഡ്രസീന ഫ്രാഗ്രൻസിസ്, മെസ്സിഞ്ചിയാന, ഡ്രസീന റിഫ്ലെക്സിസ്, സോങ് ഓഫ് ഇന്ത്യ, സോങ് ഓഫ് ജമൈക്ക തുടങ്ങിയവ. ഇതിൽ മെസ്സിഞ്ചിയാന ഇലകളായും സോങ് ഓഫ് ഇന്ത്യ, സോങ് ഓഫ് ജമൈക്ക എന്നിവ തണ്ടുകൾ ആയുമാണ് വിപണിയിൽ എത്തിക്കുന്നത്. കൊമ്പുകൾ നട്ട് 8 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ വിളവെടുത്ത് തുടങ്ങാം. 15 മുതൽ 20 വർഷം വരെയാണ് ഈ ചെടികളുടെ കാലയളവ്. ഇടവിളയായി കൃഷി ചെയ്യുമ്പോൾ 1 ഏക്കറിൽ ഏകദേശം 8000 മെസ്സിഞ്ചിയാന ചെടികൾ ഉൾക്കൊള്ളിക്കാം. സോങ് ഓഫ് ഇന്ത്യ, സോങ് ഓഫ് ജമൈക്ക എന്നിവയുടെ കൃഷിക്ക് 4000-ഓളം വേര് പിടിച്ച തണ്ടുകളും നടാവുന്നതാണ്. 1/2 അടി മുതൽ 1 അടി വരെ അകലം ചെടികൾ തമ്മിലും വരികൾ തമ്മിലും പാലിക്കുന്നതാണ് ഉത്തമം. ഉത്പാദന ചെലവും വരുമാനവും. മെസ്സിഞ്ചിയാന കൃഷിക്ക് തുടക്കത്തിൽ ഏകദേശം 3 മുതൽ 4 ലക്ഷം രൂപയാണ് 1 ഏക്കറിലേക്ക് വരുന്ന ചെലവ്. പിന്നീട്
ആവർത്തന ചെലവായി വർഷത്തിൽ 50,000-നും 60,000-നും ഇടയിലും. ഒരു ചെടിയിൽ നിന്ന് ഒരു വർഷം 30 ഇലകൾ വരെ മുറിച്ചു നടാം. ഇലയുടെ മൂല്യം വിപണന രീതിയും അനുസരിച്ചാണ്. ഒരു ഇലയ്ക്ക് 1 രൂപ മുതൽ 5 രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. മെസിഞ്ചിയാന കൃഷിയിലൂടെ വർഷത്തിൽ 1 ഏക്കറിൽ നിന്ന് 4 ലക്ഷം രൂപ വരെ വരുമാനം നേടാം. സോങ് ഓഫ് ഇന്ത്യ, സോങ് ഓഫ് ജമൈക്ക എന്നിവയ്ക്ക് ഏകദേശം 1.5 ലക്ഷം രൂപയാണ് തുടക്കച്ചെലവ്. ആവർത്തന ചെലവ് ഏകദേശം 50,000 രൂപ. ഒരു ചെടിയിൽ നിന്ന് തന്നെ 10ഓളം ഛേദങ്ങൾ മുറിച്ചെടുക്കാവുന്നതുമാണ്. ഓരോന്നിനും 7 മുതൽ 15 രൂപയാണ് കേരളത്തിനകത്തും പുറത്തുമായ വില വരുന്നത്. 2 വിളകൾക്കും 2 ലക്ഷം രൂപയോളം 1 ഏക്കറിൽ നിന്ന് ആദായമായി ലഭിക്കും. 3 വിളകളുടെയും തുടക്കച്ചെലവിൽ ഏറിയ പങ്കും നടീൽ വസ്തുക്കളുടെ ഉയർന്ന വിലയാണ്. ചുരുക്കം ചില നഴ്സറികളിൽ മാത്രം ലഭ്യമായതുകൊണ്ട് തന്നെ നടീൽ വസ്തുക്കളുടെ വില 20 മുതൽ 35 വരെ എത്തി നിൽക്കുന്നു. തണൽ ആവശ്യമായ ഈ ചെടികൾ ഏറ്റവും ഉത്തമം റബ്ബർ പോലുള്ള തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്യുന്നതാണ്. ഏകവിളയായി കൃഷി ചെയ്യുമ്പോൾ തണൽ വല അഥവാ ഷെയ്ഡ് നെറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ആഴ്ചയിൽ 2 തവണ നന കൊടുക്കാം. ജൈവവളമായി കോഴിവളം അല്ലെങ്കിൽ ചാണകം വർഷത്തിൽ 2-3 തവണ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിന് പുറമെ യൂറിയ, എല്ലുപൊടി എന്നിവയും പ്രയോഗിക്കാവുന്നതാണ്. ജലസേചന രീതികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്പ്രിംഗ്ലർ സിസ്റ്റം ഉപയോഗിച്ച് ഉള്ളതാണ്. 1 ഏക്കറിലേക്ക് 20,000 രൂപ വരെയാണ് ഇത് സ്ഥാപിക്കാനുള്ള ചെലവ്. സർക്കാരിൽ നിന്ന് 70% വരെ സബ്സിഡിയും ലഭിക്കും. വിപണന മാർഗങ്ങൾ കൂടുതലായും കണ്ടുവരുന്നത് കർഷകർ നേരിട്ട് സംസ്ഥാനത്തിന് അകത്തുള്ള പൂക്കച്ചവടക്കാരിലേക്ക് എത്തിക്കുന്നതും കയറ്റുമതി ചെയ്യുന്ന കച്ചവടക്കാർക്ക് വിൽക്കുന്നതുമായ രീതികളാണ്. സംസ്ഥാനത്തിന് പുറത്തുള്ള പൂക്കച്ചവടക്കാരിലേക്ക് നേരിട്ടോ ഇടനിലക്കാർ വഴിയോ വിൽക്കുന്നതാണ് മറ്റ് 2 രീതികൾ. കയറ്റുമതി ചെയ്യുന്നവർക്ക് വിൽക്കുന്നതിലൂടെ 1 ഇലയ്ക്ക് 1 രൂപ മുതൽ മൂല്യം ലഭിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ തന്നെ പ്രധാന നഗരങ്ങളിലോ മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി തുടങ്ങിയ പുറത്തുള്ള മാർക്കറ്റുകളിലോ 2 മുതൽ 5 രൂപ വരെ മൂല്യം ലഭിക്കുന്നതാണ് ഓരോ ഇലയും. സോങ് ഓഫ് ഇന്ത്യ, സോങ് ഓഫ് ജമൈക്ക എന്നിവയ്ക്ക് കയറ്റുമതി ഒഴിച്ച് ബാക്കി 3 വിപണന രീതികളും കണ്ടുവരുന്നു. ഈ 2 വിളകളുടെയും കയറ്റുമതി സാധ്യത ഇനിയും പര്യവേക്ഷണം നടത്തേണ്ടതുണ്ട്. സോങ് ഓഫ് ഇന്ത്യക്ക് സംസ്ഥാനത്തിന് പുറത്തും എന്നാൽ സോങ് ഓഫ് ജമൈക്കയ്ക്ക് അകത്തും ആണ് കൂടുതൽ വിപണി സാധ്യത. സംസ്ഥാനത്തിനകത്ത് 2 ചെടികളുടെയും തണ്ടുകൾക്ക് യഥാക്രമം 8-7 രൂപയാണ് വില. സംസ്ഥാനത്തിന് പുറത്ത് 3 വിളകൾക്കും താരതമ്യേന ഉയർന്ന വില ലഭിക്കുന്നുണ്ടെങ്കിലും പ്രസ്തുത മാർക്കറ്റുകളിലെ കൂടുതൽ കർഷകരും ഇന്നും ആശ്രയിക്കുന്നില്ല. പരിമിതികൾ. അലങ്കാര ഇലച്ചെടികളുടെ ഉൽപ്പാദനത്തിന് നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളിയാണ് നടീൽ വസ്തുക്കളുടെ ഉയർന്ന വില. പരിശീലനത്തിന്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും അഭാവവും ഉയർന്ന കൂലിയുമാണ് മറ്റ് പരിമിതികൾ. അലങ്കാര ഇലച്ചെടികൾക്ക് കീടരോഗബാധിത വളരെ കുറവാണ്. കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങളുടെ ലഭ്യത കുറവ്, ക്രമരഹിതമായ ഡിമാൻഡ്, ഉത്പന്നങ്ങളുടെ വിലക്കുറവ് എന്നിവയാണ് പ്രധാന വിപണന പരിമിതികൾ. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, ശീതീകരണ സംഭരണത്തിന് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, പാക്കിംഗ്, ഗതാഗതം, ഉത്പാദന സാങ്കേതിക വിദ്യകളിൽ കർഷകർക്ക് പ്രായോഗിക പരിശീലനം നൽകുക, സർക്കാരിന്റെ സാമ്പത്തിക സാങ്കേതിക പിന്തുണ എന്നിവ ഉറപ്പാക്കുക മുതലായ ആവശ്യ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ മേൽപ്പറഞ്ഞ പരിമിതികൾ തരണം ചെയ്യുവാനും അലങ്കാര ഇലച്ചെടി വ്യവസായത്തെ ശക്തിപ്പെടുത്തുവാനും സാധിക്കും. പൂക്കളെ പോലെ ഒരു നിശ്ചിത സമയത്ത് തന്നെ വിളവെടുക്കേണ്ടതില്ലാത്തതിനാൽ ആവശ്യത്തിനനുസരിച്ച് പലപ്പോഴായി വിളവെടുപ്പ് നടത്താൻ പറ്റുമെന്നതും ഈ കൃഷിയുടെ ഒരു നേട്ടമാണ്. നമ്മുടെ നാട്ടിൽ ലാഭകരവും സുസ്ഥിരവുമായ ഒരു സംരംഭമായി വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള അലങ്കാര ഇലച്ചെടികളുടെ കൃഷിക്ക് സാധ്യതയുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വരുമാനം നേടിത്തരുന്ന ഈ കൃഷി കാർഷിക കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SCCT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിനും ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്: ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLMന് കീഴിൽ
ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ ഭാഗത്തെ കർഷകരിൽ നിന്നുള്ള ആവശ്യമനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SHG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SHGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLMന് കീഴിൽ SHGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLMന് കീഴിൽ SHGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SHGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SHGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SHGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ, നാനോ വളങ്ങളുടെ ഉപയോഗം LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SHGകൾ വാടകയ്ക്ക് നൽകുകയും SHGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഡ്രോൺ വാങ്ങുന്നതിന് NRLM SHGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന് AIFൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ 3% പലിശ നിരക്കിൽ EC ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കർഷകർക്ക് ഡ്രോൺ സേവനം നൽകാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടംഫോസ് സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5
0023. ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.50023 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.50023 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്ക് രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15. FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്.
പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ. ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം പച്ചക്കറിത്തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ്. പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FCCT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. FCCT കാർഷിക സ്പോൺസർഡ് പരിപാടി.